വന്നിരിക്കുന്നത് നമ്മുടെ സി കേരളയിലെ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോ ഇതാണ് നമ്മുടെ സീരിയലിലെ നായികമാർ. ഇതാണ് ശ്യാമ, ഇതാണ് രാധിക. ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ ഇവര് അമ്മയും മകളുമാണ് സീരിയലിൽ, അല്ലേ? നമുക്കും അത് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാ. രണ്ടുപേർക്കും ഒരേ മുഖഛായയാണ്. ഇവിടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്ന ശ്യാമ പ്രശസ്തയായ ഒരു ഗായികയാണ്. മകൾ രാധികയാണെങ്കിലോ നല്ലതുപോലെ പാടുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ ഒരു കുടുംബം എടുത്തു വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കഥയില് നായികമാരായ ശ്യാമയും രാധികയും കുഞ്ഞ് ജനിച്ചുടനെ തന്നെ വേർപിരിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് മുതൽ നമ്മുടെ കുഞ്ഞു രാധികയെ ഒരു വീട്ടുകാരെടുത്ത് ദത്ത് വളർത്തുകയാണ്. ശ്യാമയാണെങ്കിലോ അന്ന് മുതലേ തന്റെ മകളെ തേടി നടക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. ശ്യാമ തന്റെ മകളെ ഒരു വേദിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. പക്ഷേ ഈ പറയുന്ന കണക്ക് ശ്യാമയ്ക്ക് തന്റെ മകളെ തിരിച്ചറിയാൻ പറ്റി ഒറ്റ നോട്ടത്തിൽ തന്നെ. എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് രണ്ടുപേർക്കും ഒരേ മുഖഛായയാണ്. പക്ഷെ മകള് തന്റെ അമ്മയെ കാണുന്നില്ല. അമ്മ മകളെ അങ്ങനെ കണ്ടുമുട്ടി. മകളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്യാമ ഫർദ അണിഞ്ഞുകൊണ്ടാണ് മകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ മകൾ രാധികയാണെങ്കിലോ തന്റെ അമ്മയുടെ, അതായത് തന്റെ അമ്മയാണെന്ന് രാധികയ്ക്ക് അറിയില്ല, തന്റെ അമ്മയുടെ വളരെ വലിയ ഒരു ആരാധികയാണ്. കുഞ്ഞുനാളി മുതൽ, അതായത് താനൊരു പാട്ടുകാരിയാണ്. അപ്പൊ പ്രശസ്ത ഗായികയായ ശ്യാമയുടെ ഒരു വലിയ ആരാധികയാണ് ആര്? നമ്മുടെ നായികയായ രാധിക. പക്ഷെ രാധികയ്ക്ക് തന്റെ അമ്മയെ മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ശ്യാമ ഒറ്റ നോട്ടത്തിൽ പിടിച്ചു, എന്റെ മകളാണത്, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മോളെ പിടിച്ചു. പക്ഷെ നമ്മുടെ രാധികയ്ക്ക് തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. സത്യത്തില് ഒരു പ്രശസ്തയായ ഒരാൾക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പ്രശസ്തയായ ഒരാളെ അധികം ആരും അറിയാത്ത, ഇപ്പൊ നമ്മളെ പോലെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരാൾക്ക് പ്രശസ്തമായ ഒരാളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാർത്തിക് സൂര്യ ഇപ്പം കാർത്തിക് സൂര്യ അല്ലെങ്കിൽ എനിക്കെന്നല്ല, ഞാനിപ്പോ കാർത്തിക് സൂര്യയുടെ ഒരു വലിയ ഒരു ആരാധികയാണ്. എനിക്ക് കാർത്തിക് സൂര്യ അറിയാൻ പറ്റില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം അറിയാൻ പറ്റില്ലേ? അദ്ദേഹത്തിന്റെ രൂപം അറിയാൻ പറ്റില്ലേ? പക്ഷെ ഞാൻ കാർത്തിക് സൂര്യയുടെ വലിയ ഫാനാണെന്ന് പറഞ്ഞ് എന്നെ അറിയണമെന്നില്ല. പക്ഷെ എനിക്ക് കാർത്തിക് സൂര്യ മനസ്സിലാവില്ലേ? അതും നമ്മുടെ രാധിക ഫുൾ ടൈം കയ്യിലൊരു സ്മാർട്ട് ഫോണുമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പ്രശസ്തയായ ഒരു ഗായിക അല്ലെങ്കിൽ താൻ ആരാധിക്കുന്ന ഒരു ഗായികയെ അറിയില്ല, അല്ലെങ്കിൽ അവരുടെ രൂപം അറിയില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. ഈ കഥയിൽ നീ മുന്നോട്ട് പോകാനുള്ളൊരു എലമെന്റും അതാണ്. അമ്മയും മകളും തമ്മിൽ തിരിച്ചറിയണം. പക്ഷെ ഇവര് തമ്മിൽ തിരിച്ചറിയാത്തത് എന്താണ്? അതാണ് എൻ്റെ ഡൗട്ട്. ഇപ്പൊ നോർമൽ നമ്മുടെ സീരിയലിനകത്ത് ഇച്ചിരിയൊക്കെ ഒരു പ്രേക്ഷകരെ കറക്കുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ട ആ സീരിയൽ അവസാനിക്കും, പക്ഷെ അവർ തമ്മിൽ കാണുന്നില്ല. അതൊക്കെ നോർമലി പണ്ട് തൊട്ടേ സീരിയലിനകത്തുള്ള ഒരു എലമെന്റ് ആണത്. പക്ഷെ ഈ സീരിയലിൽ എനിക്ക് ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഞാൻ ഈ പറഞ്ഞ ഘടകമാണ്. പ്രശസ്തയായ ഒരാളെ എന്തുകൊണ്ട് നമ്മുടെ രാധിക തിരിച്ചറിയുന്നില്ല? ഇതാണ് എൻ്റെ ഡൗട്ട്. എൻ്റെ ഈ സെയിം ഡൗട്ട് ഈ സീരിയൽ കാണുന്ന നിങ്ങൾക്കും ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ ഡൗട്ടും ഷെയർ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.